യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുമ്പോഴാണ് യേശു കർത്താവെന്ന് പറയുന്നത്. അല്ലെങ്കിൽ യേശു മാത്രമാണ്. എൻ്റെ കർത്താവ് എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വിശ്വാസി അതിൻ്റെ ദൈവശാസ്ത്രം അറിയുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? യേശു മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവൻ്റെ മേൽ കർത്തൃസ്ഥാനമുള്ള ആളാണ്. അതാണ് കർത്താവ്. യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത്. അത് വിശ്വാസ പ്രഖ്യാപനമാണ്. അപ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നവർ അതിൻ്റെ മാത്തമാറ്റിക്സ് അറിയണം. അല്ല വെറുതെ എന്ത് യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ ചുമ്മാ അതരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ഹൃദയത്തിൽ ഒരു സെക്കൻഡ് ഫാക്കൽറ്റി ഉണ്ട്. ഇത് നമുക്കറിയാമല്ലോ, ഇത് ഒരു മൗത്താണ്, ഒരു മെഗാഫോണാണിത്. ഈ മെഗാഫോണിൻ്റെ വർക്ക്, ഇത് മെഗാഫോൺ കൊണ്ട് യേശു കർത്താവാണെന്ന് നമ്മൾ സ്വരത്തിൽ പറയുമ്പോൾ അതിൻ്റെ ആസ്തിയിൽ തന്നെ ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്ത് പറയണം? യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കണം. എന്താണ്? ദൈവം അവനെ മരിച്ചവളെന്ന് ഉയർപ്പിച്ചു എന്നാണ്. അവിടെ പീഡാസഹനങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. അവിടെ ഉയർത്തുന്നതിന് മാത്രമാണ് പ്രാധാന്യം. അനുദിന ജീവിത അനുഭവങ്ങളെ അതായത് അതിജീവിക്കാനുള്ള ഒന്നാമത്തെ മാർഗം ഒന്ന് കുരിശും ഒന്ന് ഉയർത്തെഴുന്നേൽപ്പുമാണ്. കുരിശിനെ അതിജീവിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലം വരെ നമുക്ക് കിട്ടുന്ന ഒരു സഹിഷ്ണുത, ഒരു വിഷയവുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടാൻ വേണ്ടി ആണ് കുരിശ് നമുക്കൊരു പാഠ്യവിഷയമായി മാറണത്. കുരിശിൻ്റെ കാലം കഴിയുമ്പോൾ യേശുവിനെ കർത്താവ് ഉയർത്തുന്ന ഉത്ഥാനത്തിൻ്റെ കാലം വരും. അപ്പോഴും ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് പ്രഘോഷിക്കും. സാക്ഷ്യത്തിന് വേണ്ടി ഒരുക്കലാണ് ഈ കുരിശ് ചെയ്യണത്. ദുഃഖാനുഭവങ്ങളും ദുരിതാനുഭവങ്ങളും രോഗാനുഭവങ്ങളും ഒക്കെ ചെയ്യണത് ക്രിസ്തുവിലേക്കുള്ള ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ ദൂരമാണ്. കൈയിട്ടിച്ച് കർത്താവിന് കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ മെക്കാനിസമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി വരാമണേ വിശ്വാസം തന്നെ. ഇത് എവിടുന്നാണ് വരുന്നത്? ഇത് എഫേസ്യർ 2:8 എന്താ പറയണത്? വിശ്വാസം വഴി പറഞ്ഞേ, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ കൃപ നമുക്ക് ലഭിക്കുന്നതിനും രക്ഷിക്കപ്പെടുന്നതിനും കൃപ ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസത്തെ വിശ്വാസത്തിൻ്റെ പ്രകാശത്തിൽ ഒന്നാം ഘട്ടത്തിൽ വരണത് എന്താണ്? വിശ്വാസ പ്രഖ്യാപനമാണ്. അത്തരം കൊണ്ടാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇനി വിശ്വാസത്തിൻ്റെ പ്രകാശനങ്ങളുണ്ട്. ഇപ്പം നിങ്ങളെ പറഞ്ഞില്ലേ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി, വിശ്വാസ പ്രകാശനം. അതായത് അതും ഇതുപോലെ തന്നെ ടെൻഷൻ എന്നും പറഞ്ഞൊരു വ്യക്തിയാണ്. പുള്ളി വലിയ ഹൈ ബിസിനസ്, പുള്ളിക്കാരുടെ പ്രശ്നം 40 ലക്ഷം കടവാണ്. ഈ ഉടമ്പടിയിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നിസ്സാര കാര്യം. 5 കോടി കടം, 40 ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും കടമുള്ള ആൾക്കാരാണ് ഉടമ്പടി കാലങ്ങളിൽ കൊണ്ടെടുക്കുന്നത്. ടെൻഷൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആപ്പ് നിരോധിച്ച്. ആപ്പെന്ന് പറയുന്നത് അങ്ങനെ കന്നഡ ഡിസൈൻ ചെയ്ത് കന്നഡ ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ കന്നഡയിൽ നമുക്കൊരു ആപ്പുണ്ടെങ്കിൽ, ഇപ്പോൾ കൃപാസനത്തിന് ആപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ കൃപാസനം ഇപ്പോൾ നമുക്ക് ലൈറ്റക്കാൻ്റെ പേ റിക്വസ്റ്റ് ഉണ്ട്, ഓൺലൈൻ ഉടമ്പടിയുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബുണ്ട്, ഫേസ്ബുക്കുണ്ട്, ടെലഗ്രാമുണ്ട്, വാട്സപ്പുണ്ട്. ഇതെല്ലാം സിംഗിൾ വിൻഡോയിലേക്ക് വരും. അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യരുത്, ഞാൻ പറയാം. അതിനെ കുറച്ച് ലാസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര 1.5 കൊല്ലമായത് ചെയ്യണത്, നിസ്സാരമല്ല, കുറേ വർക്കുണ്ട് അതിന്. അപ്പോൾ കംപ്ലീറ്റ് ആപ്പ് ചെയ്യാൻ ഈ ആപ്പ്, ഇയാളുടെ കന്നഡയുടെ ആപ്പ്, ടെൻഷൻ്റെ കന്നഡയുടെ ആപ്പ് ഇൻ്റർനാഷണൽ ലെവലിൽ നിരോധിച്ചു. ഇത് കേസുണ്ടായി. കാര്യം മറ്റ് കന്നഡ കച്ചവടക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി എന്തോ ചെയ്തിട്ട് അവർ കേസ് കൊടുത്തിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ കമ്പനി ആപ്പ് നിരോധിച്ചു. ആപ്പ് നിരോധിച്ചിട്ട് കന്നഡ ബിസിനസ് കാർന്നാണ്. ആപ്പ് നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ തന്നെ ഡിസൈൻ ചെയ്യണേ കന്നഡയെ. അപ്പോൾ അത് ആപ്പിലാണ് ഇടണത്.
അതാണ് ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ട് കന്നഡ റീറ്റെയിലായിട്ട് എടുക്കുന്ന ആൾക്കാരില്ലേ, അതാണ് അവർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നോക്കണത്. അതിൻ്റെ ഡിസൈൻ നോക്കിയിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാം ഡിസൈൻ നമ്മളറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ കണ്ടൊക്കെ വെച്ച് നടക്കും. ഇവരെല്ലാവരും എപ്പോഴും അപ്ഡേഷനുണ്ട്, ഡിസൈനിൽ അപ്ഡേഷനുണ്ട്, എല്ലാത്തിനും ഉണ്ട് അല്ലേ. ആഭരണങ്ങൾക്ക് ഇല്ല, വാച്ചിന് എല്ലാത്തിനും ഡിസൈൻ അപ്ഡേഷനുണ്ട്. അപ്പോൾ അപ്ഡേഷൻ എല്ലാം ആപ്പ് വഴിയാണ് നടക്കുന്നത്. പക്ഷേ ആപ്പ് നിരോധിച്ചു. ആപ്പ് നിരോധിച്ചതോടുകൂടി ഈ ടെൻഷൻ ശരിക്കും ടെൻഷനിലായിപ്പോയി. കാര്യം പിന്നെ കച്ചവടം ഇല്ലല്ലോ, എല്ലായിടത്തും കച്ചവടം പെൻഡിങ് ആകുകയും അയാൾക്ക് കടം കിട്ടാനുള്ളവർക്ക് കൊടുക്കാൻ പറ്റാതെയും സെയിലെല്ലാം മരവിച്ചു പോയി. തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ സെയിലെല്ലാം മരവിച്ചു. 40 ലക്ഷം ഇൻട്രസ്റ്റോടുകൂടി കടത്തിലായി. അപ്പം ജീവിതം പൊങ്ങാൻ വേറെ ഒന്നും വേണ്ടല്ലോ. 40 ലക്ഷം ഇൻട്രസ്റ്റോട് കടത്തിലായപ്പോൾ ജെയ്സൺ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഉടമ്പടി ആശ്രയിക്കാൻ, ഉടമ്പടി ചെയ്യാൻ. അതാണ് ഈ ഉടമ്പടി ചെയ്യുമ്പോൾ ജെയ്സൻ്റെ ഈ കന്നഡ ആപ്പ് നിരോധിച്ച കന്നഡയ്ക്ക് എന്നാ സംഭവിക്കണം നമ്മളറിയണം. നമ്മൾ എപ്പോഴും നമ്മൾ ദൈവത്തോട് പറയുന്ന എനിക്ക് തോന്നുന്നത് ദൈവത്തോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കാതിരിക്കാൻ നല്ലത്. ഇന്നതുപോലെ ചെയ്തു തന്നാൽ ഇന്നതുപോലെ ഞാൻ രക്ഷപ്പെടും, അങ്ങനെയൊന്നും നിങ്ങൾ പറയാതിരിക്കാൻ നല്ലത്. കാര്യം നിങ്ങളുടെ കൊച്ചു കുബുദ്ധിക്ക പറ്റുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ധാരണയുടെ അതിലേക്കാണ് ദൈവത്തിൻ്റെ ബുദ്ധി. മനസ്സിലായ? അപ്പം നമ്മൾക്കൊരു ധാരണ ഉണ്ടാവും, നമ്മുടെ കന്നഡ രക്ഷപ്പെടണമെങ്കിൽ, കന്നഡ വ്യാപാരം രക്ഷപ്പെടണമെങ്കിൽ ഇന്നത് ദൈവം ചെയ്തു തന്നാൽ മതി. അപ്പോൾ ദൈവത്തിനെ കയറി പഠിപ്പിക്കാൻ നിൽക്കരുത് ആരും. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഇന്ന കാര്യം ദൈവം ചെയ്തു തന്നാൽ മതി എന്ന് പറയരുത്. അത് മണ്ടത്തര കാര്യം. പലപ്പോഴും ബൈബിൾ പറയും നിങ്ങളുടെ ധാരണകളെ അതിലേക്കുന്ന ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, നിങ്ങളുടെ ധാരണകളെ അതിലേക്ക്. ഫിലിപ്പിയർ 4:6-7 ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പറഞ്ഞേ, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പോൾ ഒരു സമാധാനം എന്ന് പറയുന്നത് ഒരു ഉത്തരമാണ്, ആൻസറാണ്. ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉത്തരമെന്ന അർത്ഥം. നിന്നിപ്പോൾ ജയിച്ച ടെൻഷൻ്റെ വിഷയത്തിന് അയാൾക്കൊരു ധാരണയുള്ളത് എന്താണ്? ആപ്പ് നിരോധിച്ച ആപ്പ് വീണ്ടും കമ്പനി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് സമാധാനം കിട്ടും, ഉത്തരം കിട്ടുമെന്നാണ്. പക്ഷേ ആ ധാരണയല്ല ഫിലിപ്പിയർ 4:6-7 പറയണത്. 4-ാം അധ്യായം 6-ാം വാക്യവും 7-ാം വാക്യവും പറയുന്നതാണ്, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ നിങ്ങളുടെ ധാരണയെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ ഉത്തരം. അവിടുത്തെ സമാധാനത്തിന് പീസ് എന്നല്ല, ആൻസർ എന്ന അർത്ഥം. ദൈവത്തിൻ്റെ ആൻസർ, ദൈവത്തിൻ്റെ ഉത്തരമുണ്ട്. ടെൻഷൻ അതനുസരിച്ച് ഉത്തരം ആൻസർ. അയാൾ പിന്നെ ഒരു കാര്യമുണ്ട്, അയാൾ ഉടമ്പടിയുടെ സത്യസന്ധതയുള്ള ആളാണ്. ഈ നമ്മുടെ സത്യസന്ധത ഉണ്ടെങ്കിലാണ് ദൈവം ആ ഉടമ്പടിയുടെ യഥാർത്ഥ തനി നിറം കാണിക്കത്തുള്ളൂ. നമ്മൾ സത്യസന്ധത ഇല്ലാത്തവർ, നമുക്കൊരു ഉടമ്പടി എടുക്കുന്നവരിൽ എനിക്കറിയാം ഒരു 70% പേര് സത്യസന്ധത ഇല്ലാത്തവരാണ് ഉള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയുകയാണ്. ഉടമ്പടി എടുക്കുന്നവരിൽ 70% പേര് സത്യസന്ധത ഇല്ലാത്തവരാണ്. അവർ ദൈവത്തോട് എന്താണ് ഉടമ്പടി ചെയ്യിക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. അവരുടെ വിഷയത്തെക്കുറിച്ച് അവരെപ്പോഴും ഭയങ്കര ആകുലരായിരിക്കും, ദൈവത്തെക്കുറിച്ച് ഒരിക്കലും അല്ല. അതാണ് നമുക്ക് ഉടമ്പടി പറ്റുന്ന ഒരു അബദ്ധം. പക്ഷേ ടെൻഷൻ അങ്ങനെയല്ല. ടെൻഷൻ എന്തെല്ലാം കാര്യം ചെയ്തറിയാം. 40 ലക്ഷം കടത്തി കിടന്നിട്ട് എന്തെല്ലാം കാര്യം ആ മനുഷ്യൻ ചെയ്തെന്നറിയാവോ? ഓരോ റിട്ടയർ ഷോപ്പ്, കേരളം മുഴുവൻ റിട്ടയർ ഷോപ്പാണ്. അയാൾക്ക് കാശ് കൊടുക്കാനുള്ള ആൾക്കാരാണ്. എല്ലാവരെയും കാണാൻ പോകുമ്പോഴൊക്കെ ചില സമയത്ത് കടയടച്ച് പിരിയുമ്പോഴൊക്കെയാണല്ലേ നമ്മൾ കാശ് കളക്ട് ചെയ്യണ ആൾക്കാർ. കട അടക്കാൻ നേരത്തല്ല കാശ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ പല സമയത്തും കൊല്ലത്തും ട്രിവാൻഡ്രത്തും കാസർഗോഡും ഒക്കെ പോയി കട അടച്ച് കടക്കാൻ നേരത്തെ കാശ് കളക്ട് ചെയ്ത് കിട്ടണ കാശ് വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇയാൾ ചെയ്യണ എന്താ പരിപാടി? എന്താ ഇയാൾ ഉടമ്പടിയുടെ ആ ജീവകാരുണ്യ പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആ സാക്ഷ്യം അടിപൊളി സാക്ഷ്യമാണ്. എന്താ ചെയ്യണത്? അയാൾ നിരത്തിൽ കിടന്നുറങ്ങുന്ന രോഗികളെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിക്കും. ഒത്തിരി പേര് നിരത്തിലൊക്കെ കിടന്ന് ഉറങ്ങത്തില്ലേ, എന്നിട്ട് ചോദിക്കും ഭക്ഷണം കഴിച്ചിട്ടാണ് ഉറങ്ങണമെന്ന് ചോദിക്കും. അവർ ചോദ്യം മതിയില്ല ദൈവത്തിൻ്റെ മനസ്സ് കുളിർക്കുവാൻ, ഭക്ഷണം കഴിച്ചിട്ടാണ് ഉറങ്ങണം. അപ്പോൾ ചിലർ പറയും ഇല്ലെന്ന് പറയും, എന്നാൽ ബാന്ന് പറയും. എന്നിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി, ഏത് ഹോട്ടലാണ് തുറന്നിരിക്കണം അവിടെ കൊണ്ടുപോയി മനുഷ്യൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും.
ഇവിടെ വന്നിരിക്കുന്ന എന്താ പരിപാടി? ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു കെട്ട് പത്രമാണ് നമ്മൾ മേടിക്കാൻ പറയണത്. പക്ഷേ പുള്ളി 5 കെട്ട് പത്രം മേടിക്കും. 5 കെട്ട് പത്രം മേടിച്ച് എന്താണ് ഈ വലിയൊരു ബിസിനസ്സുകാരനാണ് ചെയ്യണത്. അയാൾ ഓരോ മെഡിക്കലിൻ്റെ വാതിക്കൽ പോയി നിൽക്കും. ഓരോ മെഡിക്കൽ ആ സാക്ഷി നിങ്ങളൊന്ന് കേൾക്കണം, ടെൻഷൻ്റെ. ഓരോ മെഡിക്കലിൻ്റെ വാതിക്കൽ പോയി നിൽക്കും. എന്നിട്ട് ഓരോരുത്തരോട് പറയും. അപ്പോൾ അക്രൈസ്തവ സഹോദരങ്ങളെ കാണുമ്പോൾ അയാൾ കാനായിലെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കും. ഒരു മനുഷ്യൻ വചനം പ്രഘോഷിക്കണേ, അയാൾ തകർന്ന് തരിപ്പണമായിരിക്കുന്ന സമയമാണ്. പക്ഷേ അതല്ല, സുവിശേഷത്തിന് വിലങ്ങ് വെച്ചിട്ടില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സാഹചര്യം അനുകൂലമായിരിക്കും അല്ലാത്തപ്പോൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. വചനം പ്രഘോഷിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. എപ്പോഴും നമുക്ക് സാഹചര്യം അനുകൂലമായി വരിക. ഇപ്പം ജെയ്സിന് സാഹചര്യം അനുകൂലമല്ല. 40 ലക്ഷം കടവും അതിൻ്റെ ഇൻട്രസ്റ്റും കടക്കാരുടെ വിളിയും തിരക്കും എല്ലാമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലും അദ്ദേഹം വചനം പ്രഘോഷിക്കുകയാണ്. പല വിശ്വാസികളാണെങ്കിലും അയ്യോ നാം ഉടമ്പടി എടുത്തിട്ടും കടക്കാർ വിളി നിർത്തണില്ലല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിക്കിടന്നുറങ്ങും, അല്ലെങ്കിൽ 2 സ്മോൾ അടിക്കും. അങ്ങനെ ഇരുട്ടുകൊണ്ട് കൂട്ടിടക്കാനൊന്നും പറ്റത്തില്ല. അത് നട്ടലില്ലാത്ത പരിപാടിയാണ്. മറിച്ച് ദൈവശക്തിയുള്ളവൻ നട്ടുള്ളവനാണ്. വിശ്വാസം നമുക്ക് നൽകുന്നത് എക്സ്ട്രാ നട്ടലിലാണ്. കൈയിട്ടിച്ച് കർത്താവിനെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള അനുഭവമാണ് സുവിശേഷം. ഇപ്പം കടമുണ്ടാകാം, രോഗമുണ്ടാകാം, പക്ഷെ സുവിശേഷം വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. സുവിശേഷം സാഹചര്യം അനുകൂലമല്ലെങ്കിലും അത് പ്രഘോഷിക്കാനുള്ള വിശ്വാസമെന്ന് പറയണത് അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രകാശനമാണ്. അപ്പം ജെയ്സൺ ഞാൻ പറഞ്ഞ വിശ്വാസം കൈമാറുന്നത് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ, പിന്നെ എന്താണ് വിശ്വാസ പ്രകാശനത്തിലൂടെ.
വിശ്വാസപ്രകാശനമാണ് ഇപ്പോൾ ജെയ്സൺ ചെയ്യണത്. എന്താണ് കാര്യം? അവിടെ സാഹചര്യം അനുകൂലമല്ല, പക്ഷേ സ്റ്റിൽ അയാൾ ഓരോ മെഡിക്കൽ കോളേജിനെ വാദിക്കലും ഹോസ്പിറ്റൽ വാദിക്കുന്നതുകൊണ്ട് കൃപാസനം പത്രം പറഞ്ഞ് കൊടുക്കുക. അത് അക്രൈസ്തവരാണെന്ന് കണ്ട അദ്ദേഹം കാനായിലെ കല്യാണത്തെക്കുറിച്ചും ഒരു കുടുംബം അന്യം നിന്ന് പോകാൻ പോകുമ്പോൾ തകർച്ച ബാധിക്കുമ്പോൾ അമ്മ എങ്ങനെ മധ്യസ്ഥം വഹിക്കണമെന്നും അമ്മയുടെ മധ്യസ്ഥം എങ്ങനെ യേശു കേൾക്കണമെന്നും എങ്ങനെ കുടുംബം വീണ്ടെടുക്കണമെന്നും ഈ മനുഷ്യൻ പറഞ്ഞ് ആ മനുഷ്യൻ പഠിച്ച് സുവിശേഷം പ്രഘോഷിക്കാൻ കൊടിയ കടത്ത് നിന്നുകൊണ്ട് ആ മനുഷ്യൻ സാഹചര്യം അനുകൂലമല്ലാത്തപ്പോഴും ആ മനുഷ്യൻ സുവിശേഷം വിലങ്ങ് വെക്കാത്ത സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഈ വചനം കേൾക്കുന്ന എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിത സാഹചര്യം രോഗങ്ങൾ കൊണ്ടോ ഘടകങ്ങൾ കൊണ്ടോ ജോലിയില്ലായ്മ കൊണ്ടോ കലഹങ്ങൾ കൊണ്ടോ വിവാഹമോചനം കൊണ്ടോ കമ്പനിയുടെ തകർച്ചകൾ കൊണ്ടോ ഏത് തകർച്ചയാണെങ്കിലും മരണത്തിന്റെ തകർച്ചയെ അതിജീവിച്ചുകൊണ്ട് പുനരുദ്ധാനം ചെയ്ത യേശുവിൽ വിശ്വസിക്കുന്ന എന്നിലേക്ക് ഉദ്ധാനത്തിന്റെ ശക്തി അഭിഷേകമായി നൽകണമേ. എല്ലാ സാഹചര്യത്തിലും അനുകൂലമായാലും പ്രതികൂലമായാലും വിശ്വാസപ്രകാശനമായി സുവിശേഷം പ്രഘോഷിക്കുവാൻ, സുവിശേഷം പ്രാവർത്തികമാക്കുവാൻ, സുവിശേഷം പ്രകാശിപ്പിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു, ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതുകൊണ്ടും തീർന്നില്ല. പുള്ളിക്കാരൻ ആൾക്കാരെ കളക്ട് ചെയ്ത് നാട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു. എല്ലാം ഒരു വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ആൾക്കാരെ കൊണ്ടുവന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുപ്പിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഈ മനുഷ്യൻ്റെ വിഷയത്തിൽ സമാധാനമൊന്നും ഉണ്ടായിട്ടില്ലേ? പക്ഷെ അങ്ങനെ അഡ്വാൻസ് ചെയ്യണം ദൈവത്തിനെ. അല്ല, നമ്മളിപ്പോൾ ചിലരുണ്ടല്ലോ ഓരോരോ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്തേച്ചും വന്ന് കമ്പ്യൂട്ടർ അടിച്ചു നോക്കും. ഓഫർ ലെറ്റർ വന്നാന്ന് അടിച്ചു നോക്കത്തില്ലേ? എന്തെങ്കിലുമൊക്കെ പ്രത്യക്ഷ പ്രാർത്ഥന എന്തെങ്കിലുമൊക്കെ ചില ചില്ലറ പരിപാടിയൊക്കെ ചെയ്തേച്ച് ചെയ്തേച്ചും വന്നിട്ട് വിസ വന്നത് കമ്പ്യൂട്ടർ അടിച്ച് നോക്കും. അതൊക്കെ ഒരു ഞരമ്പ് രോഗമാണ്. ദൈവത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി വൈദ്യപ്പഴുപ്പിന് വേണ്ടി മാത്രം ഉടമ്പടി ചെയ്ത ആൾക്കാർ. അങ്ങനെ നിങ്ങൾ നശിക്കരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ വിലയില്ലാത്ത ആൾക്കാരായിട്ട് ബ്രാൻഡ് ചെയ്യരുത്. അപ്പോൾ ദൈവത്തിന് മനസ്സിലാകത്തില്ല. ദൈവത്തിനല്ല വില, നിങ്ങളുടെ വിസയ്ക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണമെന്ന്. എന്തിനാണ് ദൈവത്തിന് പിടി കൊടുക്കണത്? അത് ലോക മണ്ടത്തരങ്ങളാണ്. കുറച്ച് ബുദ്ധി വേണം ദൈവമായിട്ട് ഇടപെടണമെങ്കിൽ. ബ്രാൻഡഡ് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജെയ്സൺ കണ്ടില്ലേ, ബ്രാൻഡഡ് അല്ല. അയാൾക്ക് എന്തുമായിട്ടോ അത് എൻ്റെ കടങ്ങളെക്കുറിച്ചും ഒക്കെ കർത്താവിന് തീരുമാനം ഉണ്ടാവും. എനിക്ക് കിട്ടിയ അഭിഷേകത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഓരോരോ ദാനങ്ങൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇങ്ങനെ കുറേ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷ വേല ചെയ്യുക. ഇത് വിശ്വാസത്തിൻ്റെ പ്രകാശനങ്ങളാണ്. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം പറഞ്ഞു, വിശ്വാസത്തിൻ്റെ പ്രകാശനം പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്? അയാൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ധാരണ അധ്യയനിക്കുന്ന ഒരു പുതിയ വഴിയുമായിട്ട് മാതാവ് വരണത്. നമ്മൾ ഞെട്ടിപ്പോവും, കണ്ണ് നിറഞ്ഞു പോവും. എന്താ അമ്മ ചെയ്തെന്നറിയോ? ഈ മനുഷ്യൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് കൈമാറ്റം വന്ന ഒരു കുടുംബപ്പുരയിടമുണ്ട്. അപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ ചേട്ടന് കൊടുത്തതാണ് ആ പുരയിടം. ചേട്ടൻ അത് ചേട്ടൻ്റെ മകൾക്ക് കൊടുത്തു. അവളെ വേറെ സ്ഥലത്ത് കെട്ടിച്ചു വിട്ടു. അവരെല്ലാം അമേരിക്ക സെറ്റിൽഡാണ് വർഷങ്ങളായിട്ട്. ഈ പുരയുടെ ഇവിടെ നാട്ടിൽ കിടപ്പുണ്ട്. ഈ പുരയിടം ചാർജ് അത് തീർ കൊടുത്തതാണ്. ആ പുരയിടം ഗവൺമെൻറ്റിൽ
ഈ ടാക്സ് അടക്കാതെ കാലഹരണപ്പെട്ട് ഗവൺമെൻറ് കൈകയറാൻ പോയി. അപ്പോൾ ഇത് ആരോ ഇവരെ നേരത്തെ അറിയിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പുരയുടെ മിക്കവാറും സർക്കാർ ഭൂമിയായിട്ട് മിച്ച ഭൂമിയായിട്ട് കണ്ടുകെട്ടാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് അവർ ടാക്സ് അടക്കണില്ലല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ, അത് പണ്ട് നടന്ന കാര്യമാണ്, അപ്പം ജീവിച്ചിരുന്ന കാലത്ത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പറഞ്ഞതാണ്, പുരയിടം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മിച്ചഭൂമിയായി പോകുന്നതൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഈ വല്യപ്പൻ കൈമാറ്റം ചെയ്ത ആ വല്യപ്പൻ്റെ മകള് നാട്ടിൽ വന്നിട്ട് ആ പുരയിടം ജെയ്സനും 6 പേർക്കുമായിട്ട് വീതിച്ച് തീർ കൊടുക്കും. അപ്പോൾ ഒരു 36 സെൻറ്റ് അയാൾക്ക് കിട്ടും. 36 സെൻറ്റ് പെട്ടെന്ന് നിൽക്കണം, ഒരു സുപ്രഭാതത്തിൽ 36 സെൻറ്റ് ഇങ്ങനെ പൊങ്ങി വരികയാണ്. ദൈവം ഒരു സൊല്യൂഷൻ ഉണ്ടായിക്കൊണ്ട് വരുന്ന സംഭവമില്ലേ ദൈവം. എന്നിട്ട് എന്താ അമ്മ ചെയ്തിരിക്കണത്? ജെയ്സൺ എന്താ ചെയ്തിരിക്കണത്? ജെയ്സൺ കൊണ്ട് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഈ 36 സെൻറ്റിൽ അങ്ങോട്ട് തളയ്ക്കും. എന്താ കാര്യം? പുള്ളിക്ക് ജപ്തിയായി വരികയാണ്. അതുകൊണ്ട് ഈ പുരയിടത്തിൽ കൊണ്ട് ഉടമ്പടി ഉപ്പ് വിതറും. ഉപ്പ് വിതറി ഏതാണ്ട് 3 ദിവസത്തിനുള്ളിൽ പുരയിടം കച്ചവടമാകും. പുരയിടം കച്ചവടമായി ഈ 40 ലക്ഷത്തെ കൂടുതൽ അടക്കാനുള്ള കാശ് കിട്ടണമല്ല, ബാങ്കിൽ നിന്ന് 1 ഡേ സെറ്റിൽമെൻറ്റ് വരും. അപ്പോൾ പിന്നെയും പകുതിയായിട്ട് കടം കുറയും. അതായത് ഒരു വിഷയം നോക്കിയാൽ ദൈവം എന്ത് ജെനുവിനായിട്ടാണ് ഒരു മനുഷ്യനെ ഇട്ട് ഉടമ്പടി ടെക്കേറ്റ്. ഉടമ്പടിയോട് നമ്മൾ വിശ്വസ്തരാണെന്ന് ദൈവത്തിന് തോന്നിയാൽ, ജെയ്സന് ഒരു 1.5 വിശ്വസ്തത കാണിച്ചിരിക്കണത്. 1.5 ദൈവത്തിന് വിശ്വസ്തത ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ദൈവത്തിൻ്റെ സ്വഭാവമാണ് വിശ്വസ്തത എന്ന് പറയണത്. അപ്പോൾ ഇവൻ ഒരു ദൈവത്തോട് ഉടമ്പടി വിശ്വസ്തത എന്ന് പറയുമ്പോൾ ദൈവം തന്നെ ഒരു ബുദ്ധിയിൽ ഒരു പാക്കേജ് കണ്ടുപിടിച്ചിട്ട് ഇവനെ ലിഫ്റ്റ് ചെയ്യണം. അത് വല്ലാത്തൊരു ലിഫ്റ്റിംഗ് ആയിപ്പോയി. അതായത് അത്ര നമ്മളെ ഒന്നും ചിന്തിക്കാത്ത. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവത്തിന് നിങ്ങൾ വരച്ച് കൊടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ദൈവം വരക്കട്ടെ. ദൈവം വരക്കുമ്പോൾ അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ 36 6:36 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ അല്ലേ? യേശുവേ നന്ദി. ലൂക്കാ 6:36-38 ശ്രദ്ധിക്കട്ടെ. ലൂക്കാ 6:38 കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും. പറഞ്ഞു, കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കാം. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. ഇതല്ലേ സംഭവം? അതേ ഇപ്പം ജെയ്സൺ കൊടുക്കണല്ല, എല്ലാവർക്കും കൊടുക്കുകയാണ്. ആകാശിലെ കടവാണ്. അപ്പോഴും ആൾക്കാരെ വിളിച്ചു നടത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈശോ പറയണത്, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ ദൈവം തന്നെ എങ്ങനെയാണ്? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും. കാര്യം 1 ഡേ സെറ്റിൽമെൻറ്റിൽ കടങ്ങൾ കുറഞ്ഞ്, അതുകൂടാതെ 2 പുരയിടമാണ് കിട്ടിയിരിക്കുന്നത്. 2 പുരയിടം വിട്ട് ഒരു 26 ഒരു 39 സെൻറ്റാണ് വിറ്റ് പോയിരിക്കുന്നത്. അതെല്ലാം പണം പടവടാന്ന് കിട്ടുകയാണ് അത് മനുഷ്യന്. അതിപ്പോൾ ഇത് എത്രയോ വർഷങ്ങളായിട്ട് വിൽക്കാത്ത പുരയിടമൊക്കെ പടയെന്ന് വിറ്റുപോയി. ദൈവം ഈ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉടമ്പടി സത്യസന്ധരാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഉടമ്പടി സത്യസന്ധരാകാൻ വേണ്ടി ദൈവസ്നേഹത്തോടെ ഉടമ്പടി പ്രയോഗിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും നിബന്ധനകൾ വിശ്വസ്താപൂർവം ദൈവസ്നേഹത്തോട് ചെയ്യാൻ അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതു ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതു ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വിശ്വാസത്തെയാണ്. ഇപ്പം നിങ്ങളെ കഥ അറിയാതെ ആട്ടം കാണരുത്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഈ ശുശ്രൂഷ പോണത്. ഇതിൻ്റെ വിഷയം എന്താണ്? എഫേസ്യസ് 2:8 എന്താണ്? വിശ്വാസം വഴി പറഞ്ഞേ
വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ വിശ്വാസം വഴിയാണ് നമുക്ക് ദാനം ലഭിക്കുക എന്ന് നമുക്ക് കണ്ടു. അപ്പോൾ വിശ്വാസം വഴി ദാനം എങ്ങനെയാണ് ലഭിക്കണമെന്നാണ് നമ്മൾ പിന്നെ കണ്ടത്. വിശ്വാസം പ്രകാശനത്തിലൂടെയാണ്, വിശ്വാസം പ്രഖ്യാപനത്തിലൂടെ. അത്തരം കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു, വിശ്വാസ പ്രമാണം ചെല്ലുന്നു, പ്രാർത്ഥന ചെല്ലുന്നു, അതെല്ലാം വിശ്വാസ പ്രഖ്യാപനമാണ്. രണ്ടാമത്തെ എന്താണ്? വിശ്വാസ പ്രകാശനമാണ്. ഈ ജേസൺ ചെയ്ത മുഴുവൻ വിശ്വാസ പ്രകാശനം കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസ പ്രയോഗമുണ്ട്. അയാളുടെ വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഉപ്പിടുമ്പോഴെന്താ സംഭവം? അത് പ്രയോഗമാണ്. വിശ്വാസം 3-4 തരത്തിലാണ്. ഉടമ്പടി പോലെ ഇത്രയും മനോഹരമായ രീതിയിൽ വിശ്വാസത്തിൻ്റെ സമഗ്രത പ്രകാശിപ്പിക്കുന്ന മറ്റൊരു പ്രാർത്ഥനാ രൂപം ഉണ്ടാകത്തില്ല. ഇത് വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസം പ്രയോഗിക്കുകയാണ്. പ്രഖ്യാപിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു, പ്രയോഗിക്കുന്നു. വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസ പ്രയോഗത്തിൻ്റെ ഏറ്റവും ശക്തമായ ഇപ്പം ബെന്നി ജോസഫ് ബെന്നി എന്ന് പറയുന്നത് സ്ത്രീയാണ് കേട്ടോ. ബെന്നി ജോസഫ് എന്ന് പറഞ്ഞ സാക്ഷ്യം ഉണ്ടായി ഈ ദിവസങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യമാണ്. ബെന്നി ജോസഫിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ 10-28 കൊല്ലമായിട്ട് അവർ ഈ കോട്ടപ്പുറത്തുള്ളതാണ്, കൃഷ്ണൻകോട്ട ഇടവകയാണ്. അവരുടെ പ്രശ്നം നിങ്ങൾ ചിന്തിച്ചാൽ അവിടെയൊക്കെ മുഴുവൻ വെള്ളമാണല്ല. നമ്മൾ ഈ പ്രളയത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച സ്ഥലങ്ങളാണ് കോട്ടപ്പുറം. പെരിയാറൊക്കെ വന്ന് വീഴുന്ന സ്ഥലമല്ലേ. പെരിയാർ പൊങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാ വീട്ടിലും വെള്ളം പൊങ്ങി. എത്രയോ സ്ഥലമാണ് വൈപ്പിൻ തൊട്ട് അങ്ങ് ചെറായി വരെയും, ചെറായും കഴിഞ്ഞ് വെള്ളം പൊങ്ങിയില്ലേ, എല്ലാ വീട്ടിലും വെള്ളം കയറി. അപ്പം അതുപോലെ അവരുടെ വീടിൻ്റെ അടുത്ത് കൂടി ഒരു തോട് പോകണ്ടേ, ഒരു തോട്. ഈ തോടിൻ്റെ പ്രശ്നം ഏറ്റവും വരുമ്പോൾ 7 തോടിങ്ങനെ പൊങ്ങുമ്പോൾ എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറമ്പിലേക്ക് വെള്ളം കയറും. തോട്ടിലെ വെള്ളം പറമ്പ്. ഇപ്പോഴത്തെ കാലത്ത് തോടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എല്ലാ അഴുക്കും ഉണ്ടാകുന്ന വേസ്റ്റിട്ട സെപ്റ്റി ടാങ്ക് പൊട്ടി ഒഴുകണ പോലെയാണ് ഈ തോടൊക്കെ പൊട്ടണത്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. കാര്യം ഒരു 50 കൊല്ലം മുമ്പ് നമ്മുടെ തോടൊക്കെ എന്ത് മനോഹരമായിരുന്നു, വൃത്തിയായിരുന്നു, മെനയായിരുന്നു. ഇപ്പോൾ എല്ലാം സെപ്റ്റി ടാങ്ക് പോലെ കറുത്തില്ലേ. അതായത് നമ്മുടെ സംസ്കാരത്തിൽ വന്നിരിക്കുന്ന ഒരു പെശകാണ് ശരിക്കും. നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ നമുക്ക് സംസ്കാരം കുറവാണ്. അതുകൊണ്ട് നമ്മുടെ പരിസരങ്ങളൊക്കെ ഭയങ്കര മലിനീകരണമാണ്. വെള്ളം മാത്രമല്ല, അന്തരീക്ഷവും എല്ലാം. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, സിഗരറ്റ് കുറ്റിയും അതുപോലെ ബീഡി കുറ്റിയും എല്ലാം ഇവിടെ കിടക്കണ കാണാം. സിഗരറ്റ് കുറ്റി, ആൾക്കാർ മുറുക്കാൻ തുപ്പണ. പണ്ട് മരണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കുറേ ആൾക്കാരിങ്ങനെ സ്ഥിരം തുപ്പ് തൊഴിലാളികളായിട്ട് ഇരിപ്പുണ്ടാവും അല്ലേ. കുറേ ബീഡിയൊക്കെ വാങ്ങിച്ച് കുറേ വെറ്റിലൊക്കെ മുറുക്കി. ഇപ്പോൾ ആ കാലം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ വെറ്റിലൊക്കെ വെച്ചുകൊണ്ട് മുറുകി തോന്നിവാസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർഗത്തെ കാണുമായിരുന്നു. നമ്മുടെ അപ്പൂപ്പന്മാരാണ്, അവരൊക്കെ മരിച്ചുപോയി. പക്ഷെ മുറുക്കാൻ ഇപ്പോൾ ഇല്ലെങ്കിലും വേറെ തരത്തിലുള്ള വിഷസംഭവങ്ങൾ ഒത്തിരി പൊതുവെ വന്ന്. അതുപോലെ അതെല്ലാം കൊണ്ടുവന്ന് ഇതെല്ലാം ഡംപ് ചെയ്യണത് പ്ലാസ്റ്റിക്കും എല്ലാം ഡംപ് ചെയ്യണ തോട്ടിലാണ്. ഈ തോട് പൊങ്ങിയിട്ട് സെപ്റ്റി ടാങ്ക് പൊങ്ങിയ പോലെയുള്ള അവസ്ഥയാണ്. ഇവിടെ വീട്ടിൽ കയറിയ വെള്ളം, മഴ പെയ്ത വെള്ളം വീട്ടിൽ കയറും, പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. 10-20 കൊല്ലമായി ഇതാ ഇവർ കെട്ടിവന്ന കാലം മുതൽ അനുഭവിക്കണതാണ്. ഇവർ വിശ്വാസം പ്രയോഗിക്കണ ഈ ബെന്നി ജോസഫ് വിശ്വാസം പ്രയോഗിക്കണ ഇവർക്കെന്താ ഇനി ഒരു മാർഗമില്ല. ഇത് അവരൊരു പ്രൈവറ്റ് തോടാണ്. പഞ്ചായത്തിൽ കൊണ്ട് അപേക്ഷ വെക്കുമ്പോൾ അവർ പറയും ഇത് ഞങ്ങൾക്കൊന്നും ഇതിൻ്റെ അത് ചെയ്യാനില്ല, ഇത് ഒരു ജന്മിയുടേതാണ്, പ്രൈവറ്റ് തോടാണെന്ന് പറയും. പിന്നെ എന്ത് ചെയ്യാൻ, സഹിക്കാതെ ഇരിക്കാൻ പറ്റും. നിങ്ങളവിടെ നിന്ന് വിറ്റിട്ട് പോകാൻ നോക്കാൻ പറയും. അതൊക്കെയാണ് മാനുഷികമായിട്ടുള്ള പരിഹാരം, അതാണ് അവർ പറയണത്. പക്ഷേ ദൈവത്തിൻ്റെ പരിഹാരങ്ങൾ കേൾക്കണ രസമാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? ഉടമ്പടി ചെയ്യുമ്പോൾ ബെന്നി ജോസഫ് എന്താ ചെയ്യണത്? അമ്മേ, ഞാൻ കെട്ടിവന്ന കാലം തൊട്ട് ഈ സെപ്റ്റി ടാങ്ക് പൊങ്ങി വന്ന് തോട് മുഴുവൻ പൊങ്ങി എൻ്റെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ മക്കൾ വളമൊക്കെ കടിച്ച് വല്ലാത്ത പ്രാകൃതം പിടിച്ച ജീവിതമാണ്. ഞങ്ങളീ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റണേ. അതാണ് ഉടമ്പടി. ഇത് ഉടമ്പടി ചെയ്തിട്ട് ഇവരെന്താ ചെയ്യണത്? ഈ ഉപ്പ് വാങ്ങിച്ച് വിശ്വാസ പ്രമാണം. ഞാൻ ഉടമ്പടി വിശ്വാസ പ്രയോഗത്തെക്കുറിച്ചാണ് പറയണത്. നിങ്ങളവർക്ക് എന്താ ഉടമ്പടി എന്താ ഉപ്പായത് എന്നാ കൂടത്തിലൊന്നുമല്ല. അത് വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ്. പ്രഖ്യാപനമുണ്ട്, പ്രകാശനമുണ്ട്, പ്രയോഗമുണ്ട്. ബെന്നി ജോസഫിൻ്റെ അത് പ്രയോഗമാണ്. ആ പ്രയോഗം ഈ ഉപ്പ് കൊണ്ടുപോയി ഇവർ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ആദ്യം പ്രഖ്യാപിക്കും, ഈ തോട്ടിലോട്ടിടും. തോട്ടിടുമ്പോൾ നിങ്ങളവർക്കും തോടറിനെ പറ്റുമെന്ന്. അങ്ങനെയില്ല. എന്താ സംഭവിച്ചു കഴിഞ്ഞാലും 2 ദിവസം കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നിന്ന് വിളിക്കുക. പഞ്ചായത്തിൽ നിന്ന് വെച്ചാൽ അവർ പറയണത്
ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി നിങ്ങളുടെ വിഷയമാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 5 ലക്ഷം രൂപ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 5 ലക്ഷം കൊണ്ട് നിങ്ങളുടെ വിഷയം പരിഹരിക്കപ്പെടത്തില്ല. അപ്പം ഞങ്ങൾ ബ്ലോക്കിൽ അതിനു വേണ്ടി വേറെ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ അപേക്ഷ ബ്ലോക്കിൽ വെച്ച്. അപ്പം അടുത്ത ആഴ്ച പറഞ്ഞ് ബ്ലോക്കിൽ നിന്നും 5 ലക്ഷം രൂപ അനുവദിച്ചെന്ന് പറഞ്ഞു. നോക്കിയേ, ഒരു കഥ പണ പോക്ക് കണ്ടില്ലേ? ഒരു ഉപ്പെറിഞ്ഞ സംഭവമാണ്. അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണം നിങ്ങൾ ചിന്തിക്കണം. വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ്. കർത്താവ് എല്ലാ അധികാര സ്ഥാനങ്ങളെയും ചലിപ്പിക്കും. വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് മുമ്പിൽ അധികാര സ്ഥാനങ്ങൾ ഞെട്ടി പറക്കണ പോലെയുള്ള ഒരു വിറക്കലാണ്. പെട്ടെ ഇളകുകയില്ലമേ. ഇവർക്ക് 10 ലക്ഷം രൂപ അനുവദിക്കും. എന്താണെന്നറിയാമോ? ഇവരുടെ ഈ ഒഴുക്ക് ഈ തോട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്കൊരു കാണ കിട്ടും 10 ലക്ഷം രൂപയ്ക്ക്. അതോടുകൂടി തോട് പറ്റിപ്പോവും. ക്ലിയർ, തീർന്ന്, പ്രശ്നം തീർന്നു. സിമ്പിൾ. 20 കൊല്ലമായിട്ടുള്ള പ്രശ്നമാണ്. വിശ്വാസം അതായത് എത്രയോ പേര് ഉടമ്പടി എടുക്കുന്നു. പക്ഷേ ഞങ്ങൾ എന്തുകൊണ്ടാണ് വളരെ ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളെ ഇവിടെ ഇടത്തുള്ളൂ? അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പ്രയോഗിക്കുന്നതിന് അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ, മാസ്റ്റർ ഫെയ്ത്ത് വേണം. കാര്യം നമുക്കറിയാമല്ലോ, വിശ്വാസം പോലെ തന്നെ അത് ഒറ്റകൈയാണ്, ഒറ്റകൈ പ്രയോഗമാണ്. കാര്യം വേറെ ഒരു മാർഗം അവരുടെ മനസ്സിലില്ല, ചിന്തയിലുമില്ല. 20 കൊല്ലം അനുഭവിക്കുന്നതാണ്. ദൈവം അവരെ വീണ്ടെടുക്കുന്ന രീതി. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഇതുപോലുള്ള വിശ്വാസ പ്രയോഗങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഓൺലൈൻ ധ്യാനം കേൾക്കുന്നവരെയും നീ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. എല്ലാവർക്കും ഉടമ്പടി അടയാളം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി.